Which among the following is or not correct regarding Hortus Malabaricus? താഴെ തന്നിരിക്കുന്നവയിൽ ഹോർത്തൂസ് മലബാറിക്കൂസുമായി ബന്ധമില്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഇട്ടി അച്യുതൻ, രംഗ് ഭട്ട്, അപ്പു ഭട്ട് ആൻഡ് വിനായക ഭട്ട് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊജക്ട് ഓഫ് കമ്പൈലിംഗ് ദ ടെക്സ്റ്റ്. ഈ ബുക്ക് തയ്യാറാക്കുന്നതിൽ ഇട്ടി അച്യുതൻ, രംഗ് ഭട്ട്, അപ്പു ഭട്ട്, വിനായക ഭട്ട് എന്നിവർക്ക് ബന്ധമുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ ദ വർക്ക് വാസ് പബ്ലിഷ് ഫ്രം ലിസ്ബൺ. ഈ വർക്ക് പബ്ലിഷ് ചെയ്തത് ലിസ്ബണിൽ നിന്നാണ്. തേർഡ് ഓപ്ഷൻ ദ ബുക്ക് ഡീൽ വിത്ത് ദ റെസിപ്പി ഓഫ് മലബാർ ഫുഡ് ഐറ്റംസ്. മലബാറിൽ ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് ഈ ബുക്ക്. ഫോർത്ത് ഓപ്ഷൻ ദ വർക്ക് വാസ് കമ്പൈൽഡ് അണ്ടർ ദ പാട്രിനേജ് ഓഫ് അഡ്മിറൽ വാൻ റീഡ്. ഈ പുസ്തകം രചിക്കപ്പെട്ടത് അഡ്മിറൽ വാൻ റീഡിന്റെ രക്ഷാധികാരത്തിലാണ്. ഇതിൽ തെറ്റായ ഓപ്ഷൻ കണ്ടെത്താനാണ് ചോദ്യം. നമുക്ക് ആദ്യം ഹോർത്തൂസ് മലബാറിക്കസ് എന്താണെന്ന് വ്യക്തമായി പഠിക്കാം. അതിനുശേഷം ഇതിന്റെ ഉത്തരം കണ്ടെത്താം. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് 17th സെഞ്ച്വറിയിൽ ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിന്റെ ഉദ്യാനം എന്നാണ് ഇതിന്റെ അർത്ഥം. കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആൻഡ്രിയൻ വാൻ റീഡ് ആണ് ഹോർത്തൂസ് തയ്യാറാക്കിയത്. കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആൻഡ്രിയൻ വാൻ റീഡ് ആണ് ഹോർത്തൂസ് തയ്യാറാക്കിയത്. അതുകൊണ്ട് ഹോർത്തൂസ് മലബാറിക്കൂസിന്റെ കർത്താവായി വാൻ റീഡ് ആണ് അറിയപ്പെടുന്നത്. പക്ഷെ വാൻ റീഡ് ഒരു സസ്യശാസ്ത്രജ്ഞനായിരുന്നില്ല. അദ്ദേഹത്തിനു വേണ്ടി ഹോർത്തൂസ് തയ്യാറാക്കിയത് മറ്റ് പലരും ചേർന്നാണ്. അക്കാലത്ത് കേരളത്തിലെ പ്രമുഖ നാട്ടുവൈദ്യനായിരുന്ന ഇട്ടി അച്യുതൻ, അപ്പു ഭട്ട്, രംഗ ഭട്ട്, വിനായക പണ്ഡിറ്റ്, ഫാദർ മാത്തേവുസ് എന്നിവരാണ്. ഇവരുടെയൊക്കെ പേരുകളും കുറിപ്പുകളും പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ വാൻ റീഡ് ചേർത്തിട്ടുണ്ട്. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഔഷധ മൂല്യമുള്ള സസ്യജാലങ്ങളെക്കുറിച്ച് മറ്റെവിടെയും ലഭ്യമല്ലാത്ത വിവരങ്ങൾ ഹോർത്തൂസ് മലബാറിക്കൂസിലുണ്ട്. ഈ ഔഷധ സസ്യങ്ങൾ കൊണ്ട് ചികിത്സിച്ചു ഭേദമാക്കാവുന്ന രോഗങ്ങൾ, ചികിത്സാവിധികൾ എന്നിവയൊക്കെ അടങ്ങിയ അമൂല്യമായ ഒരു വൈദ്യശാസ്ത്ര ഗ്രന്ഥം കൂടിയാണിത്. ഹോർത്തൂസ് മലബാറിക്കൂസിൽ ചെടികളുടെ പേരുകൾ മാത്രമാണ് മലയാളത്തിൽ അച്ചടിച്ചു വന്നത്. ഹോർത്തൂസ് മലബാറിക്കൂസിൽ ചെടികളുടെ പേരുകൾ മാത്രമാണ് മലയാളത്തിൽ അച്ചടിച്ചു വന്നത്. കേരളത്തിലെ സസ്യസമ്പത്ത് യൂറോപ്പിലുള്ളവർക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു വാൻ റീഡിന്റെ ലക്ഷ്യം. കൊച്ചി ഗവർണറായിരുന്ന വാൻ റീഡിന്റെ ലക്ഷ്യം കേരളത്തിലെ സസ്യസമ്പത്ത് യൂറോപ്പിലുള്ളവർക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു. പുസ്തകത്തിന്റെ മൂലകൃതി മലയാളത്തിലാണ് തയ്യാറാക്കിയത്. പിന്നീട് അത് പോർച്ചുഗീസ് ഭാഷയിലേക്കും അതിനുശേഷം ഡച്ചിലേക്കും അവിടെ നിന്ന് ലാറ്റിൻ ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് 12 വോള്യമായിട്ടാണ് രചിക്കപ്പെട്ടത്. 740-ലേറെ സസ്യങ്ങൾ, 791 ചിത്രങ്ങൾ എന്നിവയെല്ലാം ഹോർത്തൂസ് മലബാറിക്കസ് പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആദ്യമായി മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച പുസ്തകമെന്ന റെക്കോർഡും ഹോർത്തൂസ് മലബാറിക്കൂസിനാണ്. ആദ്യമായി മലയാളം അക്ഷരങ്ങൾ അച്ചടിച്ച പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പുറത്തിറങ്ങിയത്. ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പുറത്തിറങ്ങിയത്. ഇതിൽ മലയാളം, കൊങ്കിണി, പോർച്ചുഗീസ്, ഡച്ച് എന്നീ ഭാഷകളിൽ ചെടികളുടെ പേര് നൽകിയിരിക്കുന്നു. ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പുറത്തിറങ്ങിയത്. ഇതിൽ മലയാളം, കൊങ്കിണി, പോർച്ചുഗീസ്, ഡച്ച് എന്നീ ഭാഷകളിൽ ചെടികളുടെ പേര് നൽകിയിരിക്കുന്നുണ്ട്. ഓരോ ചെടിയുടെയും വിവിധ ഭാഷകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകളിൽ നിന്നാണ് ആ സസ്യത്തെക്കുറിച്ചുള്ള വിവരണം തുടങ്ങുന്നത്. സാധാരണ പുസ്തകങ്ങളുടെ പേജിന്റെ ഇരട്ടി വലുപ്പമുള്ള പേജുകളാണ് ഹോർത്തൂസ് മലബാറിക്കൂസിന്റെ പേജുകൾ. ചിത്രങ്ങൾ കഴിയുന്നതും യഥാർത്ഥ വലുപ്പത്തിൽ തന്നെ ചിത്രീകരിക്കാനായിരുന്നു വാൻ റീഡിന്റെ ശ്രമം. അതുകൊണ്ട് 2 പേജിലായി വരുന്നത് പോലെയാണ് ചിത്രങ്ങൾ കൊടുത്തത്.
മരങ്ങളാണെങ്കിൽ ഇലകളോട് കൂടിയ ഒരു ശാഖയും പൂക്കളും ഫലങ്ങളും കൊടുക്കും. ചെറുചെടികൾ വേരോടെ തന്നെ ചിത്രീകരിക്കും. പൂക്കളുടെ ചിത്രങ്ങളെല്ലാം ഇതളുകൾ മാറ്റി ഉൾഭാഗം കൃത്യമായി കാണാൻ പറ്റുന്ന തരത്തിലാണ് വരച്ചിരിക്കുന്നത്. ഫലങ്ങളും വിത്തുകളുമെല്ലാം നെടുകെ മുറിച്ച് അവയുടെ ഉൾഭാഗത്തെ വിശദാംശങ്ങൾ വ്യക്തമാകുന്നത് പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാ സസ്യങ്ങളെയും പരിചയപ്പെടുത്തുന്നത് ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ്. വേരിൽ തുടങ്ങി തണ്ട്, ഇല, പൂവ്, കായ്, വിത്ത് എന്നിവയൊക്കെ വിശദമായി പറഞ്ഞിരിക്കും. ഓരോ സസ്യത്തിൻ്റെയും ശാസ്ത്രീയമായ കാര്യങ്ങൾ വിവരിച്ച ശേഷം അവയുടെ നിറം, മണം, രുചി തുടങ്ങിയ പ്രത്യേകതകളും ഔഷധ ഗുണവും ഇതിൽ പറയുന്നുണ്ട്. ആളുകൾ ഇവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഹോർത്തൂസ് മലബാറിക്കൂസിന്റെ 1 മുതൽ 4 വരെയുള്ള വോള്യത്തിൽ മരങ്ങളെക്കുറിച്ചും ഒറ്റത്തടി വൃക്ഷത്തെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഹോർത്തൂസ് മലബാറിക്കസ് 12 വോള്യമായിട്ടാണ് രചിക്കപ്പെട്ടത്. അതിൽ 1 മുതൽ 4 വരെയുള്ള വോള്യത്തിൽ മരങ്ങളെക്കുറിച്ചും ഒറ്റത്തടി വൃക്ഷങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. 5, 6 വോള്യത്തിൽ കുറ്റിച്ചെടികളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 7, 8 വോള്യത്തിൽ വള്ളിച്ചെടികളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 9 മുതൽ 12 വരെയുള്ള വോള്യത്തിൽ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആകെ 1616 പേജുകളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ ഉള്ളത്. ഇനി നമുക്ക് PSC ഇതിൽ നിന്ന് ചോദിക്കുന്ന ആവർത്തന ചോദ്യങ്ങൾ നോക്കാം. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ ഗ്രന്ഥം. ഉത്തരം ഹോർത്തൂസ് മലബാറിക്കൂസ്. മലയാള ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കൂസ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതനാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ സഹായിച്ച മലയാളി വൈദ്യൻ. മറ്റു വൈദ്യന്മാരാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്, ജോൺ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൽ ആദ്യം വിവരിക്കുന്ന കേരള സസ്യം ഏതാണ്? ഉത്തരം തെങ്ങ്. PSC എത്രയോ തവണ ചോദിച്ച ചോദ്യമാണിത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൽ ആദ്യം വിവരിക്കുന്ന കേരള സസ്യം തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പരാമർശിക്കുന്ന അവസാനത്തെ സസ്യം തെന. തെനയാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പരാമർശിക്കുന്ന അവസാനത്തെ സസ്യം. ഹോർത്തൂസ് മലബാറിക്കസിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിരിക്കുന്ന ചിത്രമാണ് കുടപ്പന. 12 തവണയാണ് വന്നിരിക്കുന്നത്. കുടപ്പനയാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിരിക്കുന്ന ചിത്രം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആരുടെ സംഭാവനയാണ്? ഉത്തരം ഡച്ചുകാർ. ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരള രാമം എന്നറിയപ്പെട്ടിരുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ് കേരള രാമം എന്നറിയപ്പെട്ടിരുന്ന ഗ്രന്ഥം. മലയാളം ആദ്യമായി അച്ചടിച്ച ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ആംസ്റ്റർഡാം. ആംസ്റ്റർഡാമിൽ നിന്നാണ് മലയാളം ആദ്യമായി അച്ചടിച്ച ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പ്രസിദ്ധീകരിച്ച വർഷം 1678 to 1703. 1678 to 1703. ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത്? ഉത്തരം അഡ്മിറൽ വാൻഡ്രീഡ്. അഡ്മിറൽ വാൻഡ്രീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചന നടത്തിയത്. ഹോർത്തൂസ് മലബാറിക്കസ് എഴുതപ്പെട്ടത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ. ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതപ്പെട്ടത്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്? ഉത്തരം തെങ്ങ്. തെങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഹോർത്തൂസ് മലബാറിക്കസിലെ ആദ്യം അധ്യായം ആരംഭിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ സസ്യം തെങ്ങ്. തെങ്ങാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ സസ്യം.
ഡച്ചുകാരുടെ മികച്ച സംഭാവനയായി പരിഗണിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ് ഡച്ചുകാരുടെ മികച്ച സംഭാവനയായി പരിഗണിക്കപ്പെടുന്ന ഗ്രന്ഥം. കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡിന്റെ രക്ഷാധികാരത്തിൽ തയ്യാറാക്കപ്പെട്ട സസ്യശാസ്ത്ര ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാലും ഹോർത്തൂസ് മലബാറിക്കൂസ്. ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ് കൊച്ചിയിലെ ഡച്ചു ഗവർണറായിരുന്ന വാൻ റീഡിന്റെ രക്ഷാധികാരത്തിൽ തയ്യാറാക്കപ്പെട്ട സസ്യശാസ്ത്ര ഗ്രന്ഥം. ഡോക്ടർ KS മണിലാൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കേരളത്തിലെ വൃക്ഷലതാദികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാരുടെ ഗ്രന്ഥസമാഹാരം ഏത്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കൂസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ KS മണിലാലാണ്. ഇട്ടി അച്യുതൻ എന്ന പാരമ്പര്യ വൈദ്യന്റെ സഹായത്തോടെ തയ്യാറാക്കി ഡച്ചുകാർ ആംസ്റ്റർഡാമിൽ നിന്ന് 12 വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥസമാഹാരം ഏത്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കൂസ്. ഹോർത്തൂസ് മലബാറിക്കൂസ് രചിക്കാൻ സഹായം നൽകിയ പാരമ്പര്യ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഇപ്പോൾ നമ്മൾ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്താണെന്ന് വ്യക്തമായി പഠിച്ചു. ഇനി ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്കൊന്ന് കണ്ടെത്താം. ആദ്യത്തെ ഓപ്ഷൻ ഇട്ടി അച്യുതൻ, രംഗ് ഭട്ട്, അപ്പു ഭട്ട് ആൻഡ് വിനായക് ഭട്ട് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊജക്ട് ഓഫ് കമ്പൈലിംഗ് ദ ടെക്സ്റ്റ്. ഈ പുസ്തകം തയ്യാറാക്കുന്നതിൽ പങ്കുവഹിച്ച വ്യക്തികളാണോ ഇട്ടി അച്യുതൻ, രംഗ് ഭട്ട്, അപ്പു ഭട്ട്, വിനായക് ഭട്ട് എന്നിവരെല്ലാം? ആണ്. ഈ ഓപ്ഷൻ ശരിയാണ്. ഇട്ടി അച്യുതൻ, രംഗ് ഭട്ട്, അപ്പു ഭട്ട്, വിനായക് ഭട്ട് എന്നിവരെല്ലാം ഹോർത്തൂസ് മലബാറിക്കൂസ് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തികളാണ്. അടുത്ത ഓപ്ഷൻ ദ വർക്ക് വാസ് പബ്ലിഷ്ഡ് ഫ്രം ലിസ്ബൺ. ലിസ്ബണിൽ നിന്നാണോ ഈ വർക്ക് പബ്ലിഷ് ചെയ്തത്? നമ്മൾ പഠിച്ചു എവിടെ നിന്നാണ് ഈ വർക്ക് പബ്ലിഷ് ചെയ്തത്? ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ വർക്ക് പബ്ലിഷ് ചെയ്തത്. നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന്. 1678 മുതൽ 1703, അതായത് 25 വർഷങ്ങൾ കൊണ്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയത്. അപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷൻ ഇവിടെ തെറ്റാണ്. ഇവിടെ ലിസ്ബണിന് പകരം എന്താണ് വേണ്ടത്? നെതർലാൻഡിലെ ആംസ്റ്റർഡാം എന്നാണ് വേണ്ടത്. അടുത്ത ഓപ്ഷൻ ദ ബുക്ക് ഡീൽ വിത്ത് ദ റെസിപ്പി ഓഫ് മലബാർ ഫുഡ് ഐറ്റംസ്. മലബാറിലെ ഭക്ഷണ വിഭവങ്ങളെ കുറിച്ചാണോ ഈ പുസ്തകം? അല്ല, ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഈ പുസ്തകം. അപ്പം അതുകൊണ്ട് മൂന്നാമത്തെ ഓപ്ഷനും തെറ്റാണ്. ഇവിടെ എന്താ വേണ്ടത്? ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് എന്നാണ് വേണ്ടത്. ഫോർത്ത് ഓപ്ഷൻ ദ വർക്ക് വാസ് കമ്പൈൽഡ് അണ്ടർ ദ പാട്രണേജ് ഓഫ് അഡ്മിറൽ വാൻ റീഡ്. ഈ പുസ്തകം തയ്യാറാക്കാൻ നേതൃത്വം വഹിച്ച പ്രധാന വ്യക്തി ആരാണ്? അഡ്മിറൽ വാൻ റീഡ് ആണ്. ഈ ഓപ്ഷൻ ശരിയാണ്. അഡ്മിറൽ വാൻ റീഡിന്റെ രക്ഷാധികാരത്തിലാണ് ഈ പുസ്തകം തയ്യാറായത്. ഇതിന് നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ് ആണ്. അപ്പോൾ ഓപ്ഷനിൽ ഇട്ടി അച്യുതൻ, രംഗ് ഭട്ട്, അപ്പു ഭട്ട്, വിനായക് ഭട്ട് എന്നിവർ ഹോർത്തൂസ് മലബാറിക്കൂസ് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അടുത്തത് വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ്. അടുത്തത് ഇത് ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ്. സസ്യശാസ്ത്ര ഗ്രന്ഥമാണ്. ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. അടുത്തത് കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആൻഡ്രിയൻ വാൻ റീഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത്. അപ്പോൾ ഇതിൽ തെറ്റായ ഓപ്ഷന് 2ഉം 3ഉമാണ്. ഇങ്ങനെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറയും. അതുകൊണ്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്